നമസ്കാരം. എല്ലാവർക്കും ഡിവൈൻ റൂട്ടിലേക്ക് സ്വാഗതം. നിത്യേന നമ്മുടെ വീട്ടിൽ രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കൊളുത്താറുണ്ട് അല്ലേ? 2 നേരവും വിളക്ക് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിലും നിത്യേന ഒരു നേരമെങ്കിലും വിളക്ക് തെളിയിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് തെളിയിച്ച വിളക്കിലെ തിരിയും എണ്ണയും നാളെ എന്ത് ചെയ്യും എന്ന് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. എന്നാൽ തലേ ദിവസത്തെ എണ്ണയും തിരിയും അടുത്ത ദിവസം ഉപയോഗിക്കരുത്. ചിലർ ആ എണ്ണയും തിരിയും പിറ്റേ ദിവസവും ഉപയോഗിക്കും. എന്നാൽ മറ്റു ചിലരോ എണ്ണ ഒരു കുപ്പിയിൽ ഒഴിച്ചു വയ്ക്കുകയും തിരിയും പൂവും പുറത്ത് കളയുകയും ചെയ്യാറുണ്ട്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വിളക്കിലെ തിരി ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കൂ. ഓരോ ദിവസത്തെയും എണ്ണയും തിരിയും പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പാടില്ല. വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പായി വിളക്കിലെ തിരി ഏതെങ്കിലും ഒരു അടപ്പുള്ളൊരു പാത്രത്തിൽ സൂക്ഷിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ ഒരു ബൗളിൽ വെച്ചാലും മതി. തൊടിയിൽ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടുകയോ ചെയ്യരുത്. ഈ തിരികൾ സാമ്പ്രാണി കത്തിക്കുന്ന കനലിൽ ഇട്ട് കത്തിക്കാവുന്നതാണ്. കനലിൽ കിടക്കുമ്പോൾ ഈ തിരികൾ എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ അത് പുകഞ്ഞ് വീട്ടിൽ നല്ലൊരു ധൂപാരതിയായി മാറും. ദിവസവും സാമ്പ്രാണി കത്തിക്കണമെന്നില്ല. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ എന്നാണോ നിങ്ങൾക്ക് സൗകര്യം ആ ദിവസം ചെയ്യാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ആവശ്യമില്ലാതെ വീട്ടിലുണ്ടാവുന്ന കലഹം മാറുകയും കൺദൃഷ്ടി മാറുകയും ചെയ്യും. ഇതെല്ലാം ആ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി തുടങ്ങും. വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതിനും വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നത്. ഈ രീതിയിൽ ധൂപാരതിയും കൂടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ നെഗറ്റീവ് എനർജികളെല്ലാം മാറി പോസിറ്റീവ് എനർജികൾ ഉണ്ടാവുകയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടുകയും ചെയ്യും.